കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പന് നാളെ ഏകാദശിയാണ്. അതിൻ്റെ തിരക്കൊക്കെയായി, ക്യൂ ഒക്കെ എക്സ്ട്രാ തുടങ്ങി. ഇപ്പോൾ കിഴക്കേ നടയിലോട്ടാണ് ക്യൂ ഒക്കെ പോകുന്നത്. ഇനിയിപ്പോൾ 52 മണിക്കൂറും ഗുരുവായൂരപ്പന് നട അടയ്ക്കുന്നില്ല, പൂജയ്ക്ക് മാത്രമാണല്ലോ അടയ്ക്കണത്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടും, ദർശനഭാഗ്യം കിട്ടും. നമ്മൾ ഏകാദശിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോരുക. അപ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ഗണപതിനെ കാണാം. ഗണപതിയുടെ അമ്പലത്തിൽ പോയിട്ട് ഗണപതിനെ കണ്ട് ആ വിഘ്നേശ്വരൻ്റെ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആ ഗുരുവായൂരപ്പനെ കാണാൻ വരാം. അപ്പോൾ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ആ വിഘ്നേശ്വരനെ കണ്ട് അനുവാദമൊക്കെ ചോദിച്ച് നമ്മൾ നേരെ ആ ഗോപുര വാതിലൂടെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന് ഇനി നേരെ വാതിൽപ്പടിയുടെ അവിടേക്ക് വരികയാണ്. വാതിൽപ്പടിയുടെ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. തിരക്ക് എന്ന് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും 2-3 ദിവസം നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ആ വാതിൽപ്പടി കയറുമ്പോൾ തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ പ്രകാശപൂരിതമായ ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ അവിടേക്കൊന്ന് നോക്കി, അതിൻ്റെ ഇടയ്ക്ക് ഇടതുവശത്തേക്കൊന്ന് നോക്കി മേൽപ്പത്തൂർ നാരായണീയം എഴുതിയ ആ സ്ഥലത്തേക്ക് മേൽപ്പത്തൂരിൽ ഒന്ന് നോക്കി സ്മരിക്കുക. അത് കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് നോക്കിയ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് കാണാം. ആ തൂണൊന്ന് തൊട്ട് തൊഴുക. അങ്ങനെ ആ വലതേ സൈഡിലൂടെ തന്നെ നമ്മളിങ്ങനെ പോരുമ്പോൾ ഏകാന്തമാണ്. ഇനിയിപ്പോൾ ഒരു മാറ്റമില്ല, ഏകാന്തത്തിൽ തന്നെയാണ്. അതായത് സോപാനപ്പടിയിലേക്ക് പോവാതെ തന്നെയാണ് പോവുക. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കണ്ടുവരണം. നമുക്കധികം ഇങ്ങനെ വന്ന് പതുക്കെ വരുമ്പോൾ കാൽപാദങ്ങൾ, അതാ പിണച്ചു വെച്ച കാൽപാദങ്ങളാണ് കാണുന്നത്. ആ കാൽത്തളകൾ നല്ല വീതിയുള്ള കാൽത്തളകളാണ്. അങ്ങനെ കാൽത്തളകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നമ്മൾ മേലേക്ക് നോക്കി വരുമ്പോൾ നല്ല കുടവ ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. അരഞ്ഞാണുണ്ട്, നല്ല കിങ്ങിണി, അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുള്ള ആ ബാലനാണ് കേട്ടോ. അങ്ങനെ അരഞ്ഞാണങ്ങനെ നല്ല ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ നൂല് പോലെ ഒക്കെ വലിയ നൂലുകളാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ വെച്ച പോലെ ആയിട്ടാണ് തോന്നുന്നത്, കളർ കൊണ്ടാണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ അത് കാണും. അങ്ങനെ നല്ല അത്യാവശ്യം നല്ല തടിച്ചൊരു ഉരുണ്ട ഉണ്ണിക്കണ്ണനാട്ടോ. അങ്ങനെ ആ വയറ് കുമ്പൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. നെയ്യൊക്കെ കഴിച്ചിട്ടേ ഉള്ള ആ ഒരു കുമ്പൊക്കെ ആയിട്ടുള്ള പൊന്നുണ്ണിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൈവളകളുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്, ആ തോൾവളകളുണ്ട്. അതുപോലെ ആ മുഖത്തത് ആ ഗോപീതിലകുണ്ട്. അതേപോലെ മാറത്ത് ആ ഒരു വളയം പോലത്തെ മാലയുണ്ട്. പൊന്നിൻ്റെ ഗോപി കൊണ്ടുള്ള ഒരു മാല പോലെ ഉണ്ട്. പിന്നെ അത് കൂടാതെ 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ വിളിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വേണുഗോപാലനായിട്ടാണ്, മുരളീധരനായിട്ടാണ് ആ ശ്രീലകത്തെ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ നിൽക്കുന്നത്. കളമ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടുള്ള നിൽപ്പാണെന്ന്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങണില്ല, നിങ്ങളെല്ലാവരും ഞാൻ കാത്ത് രക്ഷിച്ചോളാം, നിങ്ങളെല്ലാവരും ആര് വന്നാലും എന്നെ കണ്ടോളൂ, എന്നെല്ലാവർക്കും എൻ്റെ ദർശനം തരാം എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വരെ വേണ്ടു, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തുക വേണ്ടു. ബാക്കി മൂപ്പര് നോക്കിക്കോളുന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തുക, ഗുരുവായൂർ ഏകാദശി തൊഴുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൽ ഇന്നത്തെ കളഭാലങ്കാരമായ ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ മുരളീധരനെ നമ്മളിങ്ങനെ കണ്ട് നിൽക്കുകയാണ്. അതുപോലെ മാല കെട്ടിയിട്ടുണ്ട്, ഉണ്ടമാല ഉണ്ട്, തെച്ചിപ്പൂവുണ്ട്, തുളസിപ്പൂവുണ്ട്, അതേപോലെ വെളുത്ത മുല്ല പൂവുണ്ട്. അതിങ്ങനെ ഒരേ അനുപാതത്തിലാണ്, നല്ലൊരു കളറായിട്ട് തന്നെ കാണാനുണ്ട്. അതുപോലത്തെ
തെച്ചിയും തുളസിയുള്ള താമരയായിട്ടുള്ളൊരു ഉണ്ടമാലയുണ്ട്. അങ്ങനെ 2 ഉണ്ടമാല ഉണ്ട്. അതേമാതിരി പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടും താമരയും തുളസിയായിട്ടുള്ളത്. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. ആ കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നോടക്കുഴലിൻ്റെയും അതേപോലെ ആ പൊൻഗോപിയുടെയും ഒക്കെ ആ തിളക്കം അങ്ങനെ ശ്രീലകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ശക്തി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നമ്മളെ ഭക്തരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വരുന്ന ആളുകൾക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ ശക്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങോട്ട് നോക്കുക. ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് മനസ്സറിഞ്ഞാണ് വിളിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പാ കൃഷ്ണ എന്നുള്ള ആ ഒരു വിളി ആണ് കേട്ടാൽ മതി. ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ ദിവ്യ രൂപത്തെ, കളഭാലങ്കാര രൂപത്തെ കണ്ട് തൊഴുതോളൂ, എല്ലാം പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തൊഴുത് നമുക്ക് ഇവിടെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് അവിടേക്ക് എത്തുമ്പോൾ, അതായത് സപ്തമാതാക്കളെയൊക്കെ നോക്കി തിടപ്പള്ളിയൊക്കെ നോക്കി ഇങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ ഗണേശനും അതാ കളഭം കൊണ്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ചാർത്തി, തുമ്പി കൈയൊക്കെ ചാർത്തി, അവിടെയും നന്നായിട്ടുള്ള അലങ്കാരം, നിറയെ മാലയുണ്ട് ഒക്കെ. ഇനിയിപ്പോൾ ഏകാശിയുടെ തിരക്കൊക്കെ വരുമ്പോൾ എല്ലാ ഭക്തരെയും ഞാനും അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് ഗണേശനെ നോക്കി പ്രാർത്ഥിച്ച് ആയത്തൊക്കെ ഇട്ട് ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയാൽ, സരസ്വതി അറയിലേക്ക് നോക്കിയാൽ ഫോട്ടോ കാണാം. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ചന്ദനക്കിണ വടക്കുന്നൊക്കെ ഇങ്ങനെ പോരുമ്പോൾ അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ ചെറിയൊരു രൂപം കാണാം. അവിടെ തൊട്ട് തലോടിയിട്ട് അങ്ങനെ പോരാം. പിന്നെ അവിടുന്ന് അങ്ങനെ ദശാവതാര മത്സ്യകൂർമ്മ വരാഹം ഒക്കെ കാണാം. ആ സൈഡിൽ അങ്ങനെ മേൽശാന്തിരെ ഇരിക്കുന്ന സ്ഥലം വരെ അതുണ്ട്. അതിനപ്പുറത്ത് നരസിംഹമുണ്ട്. മേൽശാന്തിര അവിടുന്ന് നമുക്ക് അർച്ചനപ്രസാദം വാങ്ങാം. അർച്ചനപ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അങ്ങനെ പോരുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അനന്തപത്മനാഭസ്വാമീനെ കണ്ട് നന്നായിട്ടുള്ള ആ ഒരു രസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നിറയെ അലങ്കാരമുണ്ട്, മാലകൾ ധാരാളമുണ്ട്. അപ്പം അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അവിടെ നമുക്ക് സ്ത്രീകൾ മുട്ടുകുത്തിയിട്ട് നമസ്കരിച്ചാൽ മതി. പുരുഷന്മാർ മാത്രം സാഷ്ടാംഗം നമസ്കരിക്കുക. എല്ലാം പറയാനുള്ളത് മുൻവശത്തുനിന്ന് പറയാൻ പറ്റാത്തതൊക്കെ പുറകുവശത്തുനിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ബാക്കി ബലരാമനും ശ്രീരാമചന്ദ്രനും അതുപോലെയുള്ള എല്ലാവരും കാണാം. ആ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ വീണ്ടും കാണാം. അങ്ങനെ ആ മുരുകനെ കാണാം. അതും കഴിഞ്ഞ് ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് നാരങ്ങമാലയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുങ്കുമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് ആ ഊവിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, അതുപോലെ നമ്മുടെ താമരക്കണ്ണനെ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് വണങ്ങാം. അത് കഴിഞ്ഞാൽ മണിക്കിണർ കാണാം. അതും കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ വില്യമംഗലത്തിന് മാത്രമല്ല നമുക്കും കാണിച്ചു തരും കളിക്കുന്നതേ. നമ്മൾ മനസ്സിരുത്തിയിട്ട് അങ്ങോട്ട് ചിന്തിച്ച് അവിടെ ചെന്നിട്ട് ഒരു നിമിഷം നോക്കി അവിടെ ആ കണ്ണൻ കളിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെ കളിക്കുന്നുണ്ട്, അവിടെ നൃത്തം ചവിട്ടുന്നുണ്ട് കണ്ണൻ എന്ന് തന്നെ സങ്കല്പിച്ചാൽ അവിടെ ഉണ്ട്. അപ്പോൾ ആ നൃത്താരയിലേക്ക് നോക്കിയിട്ട് കണ്ണൻ അവിടെ ഉണ്ട് എന്നുള്ള ആ ചിന്തയിൽ നമ്മൾ അവിടേക്ക് ഒന്ന് നോക്കി തൊഴുത് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കുറൂരമ്മേനെയും നാരദനെയും ഒക്കെ കണ്ട് നേരെ വടക്ക് വശത്തുകൂടെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ ഇനി അമ്മയുടെ അടുത്തേക്ക് പോവാം, ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. ഇടത്തരികത്ത് കാവിൽ ഭഗവതീനെ കണ്ട് തൊഴണം. അങ്ങനെ വരിക. അവിടെ വരുമ്പോഴും അത് കുറേശ്ശൊക്കെ തിരക്കുണ്ട്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പോരുമ്പോൾ അവിടെ അതാ ചുവന്ന പട്ടമൊക്കെ എടുത്തിട്ടാണെന്ന് അമ്മ ഇരിക്കുന്നത്. നമ്മൾ എല്ലാ ഭക്തരും
ഏകാശിയാണ്. അപ്പോൾ എല്ലാ ഭക്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അമ്മയൊക്കെ. അപ്പം നമുക്ക് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ആ മമ്മിയൂരപ്പനെയും കണ്ട് തൊഴാം. മമ്മിയൂരപ്പൻ്റെ അടുത്ത് നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഈ കൊടിമരം നോക്കിയിട്ട് തൊഴാം. അങ്ങനെ അധികം അവിടെ എത്തുമ്പോൾ നമ്മൾ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അപ്പോൾ മുരളീധരനെ ഒന്നുകൂടി കാണാനുള്ള ആ ഒരു ആകാംക്ഷയായിട്ട് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ സ്വാമിമാരുടെയൊക്കെ തിരക്കാട്ടം. അവിടുന്ന് ഒന്നുകൂടി ചാടിയിട്ടെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ മാതിരി ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കണ്ട് ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്ത് കൂടെ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി അങ്കുലിയാങ്കം കൂത്തൊക്കെ നടക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് അവിടേക്ക് ഒന്ന് തൊഴുത് നേരെ അയ്യപ്പസ്വാമിയുടെ ആ കോവിലിൻ്റെ അവിടേക്ക് എത്തി. അയ്യപ്പസ്വാമി അതാ നല്ല വെളുത്ത ശുഭവസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നന്നായിട്ട് ആ കളഭം കൊണ്ട് ആ ചന്ദനം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിറയെ മാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിനെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒന്ന് വലം വെച്ച് നേരെ ഇങ്ങനെ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ നടയിലെത്തുന്നു. പടിഞ്ഞാറ നടയിലെത്തിയ ദീപസ്തംഭത്തിലെ കണ്ണനെ കാണാം. അവിടെയും വേണുഗോപാലനാണ്. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കി അവിടെയും നമ്മുടെ വേണുഗോപാലിനെ കാണാം. മൊത്തം വേണുഗോപാലമയാണ്. അപ്പം അങ്ങനെ കണ്ട് നമ്മൾ ഉച്ചപൂജ തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഉച്ചപൂജ തൊഴുതു. ഉച്ചപൂജ അലങ്കാരം കണ്ടു. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അവിടെ വന്ന് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നല്ലൊരു ഏകാദശി ആശംസകൾ. എല്ലാവർക്കും വരാൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ. വരാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഏകാദശി നോക്കാൻ പറ്റുന്ന ആളുകൾ ഏകാദശി നോക്കുക. ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഏകാദശി മഹാത്മ്യമൊക്കെ വായിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.